ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചലഞ്ചായിട്ടാണ്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നോ ഗൺ സ്കിൻ നോ ക്യാരക്ടർ സ്കിൽ ചലഞ്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗൺ സ്കിൻ യൂസ് ചെയ്യില്ല, ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യില്ല. ഗൺ സ്കിന് പിന്നെ എൻ്റെ അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഗൺ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ബട്ട് ക്യാരക്ടർ സ്കില്ല് ഞാൻ കുറേ അങ്ങ് സ്കോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ക്യാരക്ടർ സ്കില്ല് നല്ല പാടായിരിക്കും. അപ്പം നമ്മുടെ മാക്സിമം ബൂസ്റ്ററിക് എന്ന് വെച്ചാൽ വെറും 3 ബൂസ്റ്ററിക്കാണ്. എന്ന് വെച്ചാൽ അത് എല്ലാം ഒന്നും കാണിക്കത്തില്ല കേട്ടോ. കാരണം ഇത്രയും കാണിക്കുമ്പോൾ വീഡിയോ ഓവർ ലോങ് ആവും. അതുകൊണ്ടൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിക്കുകയാണ്. ഇനി ഫുൾ മാറ്റിയിട്ട് കാണിക്കാനൊന്നുമില്ല. ഞാൻ വേണേൽ ഡീറ്റെയിലിംഗ് ആക്കി കാണിച്ചു തരാമെന്നേ ഉള്ളൂ. പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ. ഞാൻ ഗൺ സ്കിൻസ് നോ ക്യാരക്ടർ സ്കില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഗ്ലോവൽ സ്കിൻ എന്ത് കിട്ടേന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അതുപോലെ ഞാനൊരു പ്രോക്സി സെർവർ കയറ്റിയോണ്ട് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഈ സ്കിന്നെല്ലാം വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കയറ്റിയോണ്ട് സ്കിന്നെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കിടക്കുന്ന അതാണ്. അല്ലാണ്ട് ഞാൻ കയറ്റി അക്കൗണ്ടൊന്നും മേടിച്ചൊന്നും അല്ലടേ. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ വരുന്നുണ്ട്. ഗൺ സ്കിന്നെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഗ്രനേഡിൽ ഇതിനൊന്നും പവറില്ലേ. ഞാൻ ഗൺ സ്കിൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഗ്ലൂ വാൾ മറ്റേ ഇത് വേണം, ഗോജോട. അതില്ലെങ്കിൽ എനിക്കൊരു കളിക്കാൻ വൈബില്ല. ഗ്രനേഡിനൊന്നും പ്രത്യേകതയില്ല കേട്ടോ. കാരണം അത് പ്രത്യേകത ഉണ്ടെങ്കിൽ എഴുതി കാണിക്കും. അത് നോട്ടിഫിക്കേഷൻ, സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ആകെ ഉള്ളത് 4 ഗ്രനേഡ് സ്കിന്നും 2 ഗ്ലൂവൽ സ്കിന്നും പിന്നെ ഈ സ്മോക്ക് സ്പ്രേക്കാണ് സ്കിന്ന് പോലും. ഇപ്പോൾ പറയാമല്ലോ, പ്രോക്സി സെർവറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ഒരുമാതിരി ഇതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ബാറ്റിൽ റോയലാട്ടോ എടുക്കുന്നത്. കാരണം ഞാൻ പറയുന്നതാണ്, ഞാൻ നോട്ട് എ പ്രോ പ്ലെയർ, ഐ ആം എ ന്യൂ പ്ലെയർ. അതുകൊണ്ട് ഞാൻ ബാറ്റിൽ റോയൽ തന്നെ പോയി ഇത് തന്നെ ജയിക്കും തമ്പുരാൻ അറിയാം. നമുക്ക് വരെ കളിയിലോട്ട് പോവുകയാണെങ്കിൽ അപ്പം നിങ്ങളെല്ലാം എന്തായാലും സപ്പോർട്ടൊക്കെ ചെയ്യണം ഗായ്സ്. മൊത്തത്തിൽ ചളങ്കുളമാണോന്ന് സംശയമില്ല. കാരണം ഞാൻ മൈക്ക് കുത്തിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, മൈക്കിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കും, അതുകൊണ്ട് ഞാൻ മൈക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല ഈ മൈക്ക് കുത്തിയുള്ള AUX മൈക്കാണ്. അതുകൊണ്ട് കുത്തിയിട്ടുള്ളതായതുകൊണ്ട് ഇച്ചിരി ഇതാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗെയിമിൻ്റെ സൗണ്ട് എഫക്ട്സ് കിട്ടാത്തത് കേട്ടോ. അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ലോ. കണ്ടോ, ആ സൗണ്ട് വേണമെങ്കിൽ ഫുള്ളാക്കിയിട്ടേക്ക്. കണ്ടോ, സൗണ്ട് എഫക്ട്സ് എല്ലാം ഫുള്ളാണ്. അത് ഇതിടുമ്പോൾ ഉള്ള ഒരു ചെറിയ കുഴപ്പമാണ്. എല്ലാം ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ പതുക്കെ നമ്മളെന്തായാലും ഒരു വലിയ ഒരു നിലയിലെത്തുമ്പോഴത്തേക്കും നമ്മൾ മൈക്കെല്ലാം മേടിച്ച് സെറ്റ് ആകുന്നതായിരിക്കും ഗൈസ്. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാവരും ലൈക്കും ഷെയറും സബും എല്ലാം ചെയ്യണം ഗൈസ്. റൂട്ട് കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു സ്കിന്നും ഇല്ല കേട്ടോ. റൂട്ട് റൂട്ട് 100 സബ്സ്ക്രൈബേഴ്സ്. ചാവടാ, ചാവുന്നില്ല ഗൈസ്. ലാൻഡ് മൈൻ പക്ഷേ ദൂരത്തിരിക്കുന്ന എനിമി അടിക്കാനാണ്. എനിക്ക് ലാൻഡ് മൈൻ ഇല്ല. അപ്പോൾ നൈസായിട്ട് ആ എനിമി എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കണ്ണ് വെച്ച് അടിക്കാമായിരുന്നു, പക്ഷെ എന്നാലും അടിക്കാൻ എനിക്ക് ഈ കണ്ണ് വെച്ച് അടിക്കാനൊരു സ്മൂത്ത്നെസ് ഇല്ലല്ലോ. അതുകൊണ്ട് വരെ ഇപ്പോൾ ഞാൻ അകത്തോട്ട് ഇനി പീക്കിൻ്റെ അകത്തെല്ലാം പോകണം. ഒരു XM8 കിട്ടി, ഒരു G80 കിട്ടിയേ. അപ്പം G80 വെച്ചൊരു പുറകിൽ എനിമിയുണ്ട്. വട്ടെ എവിടെ എനിമി? ഞാനാണെങ്കിൽ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കുന്നു. എപ്പോഴാണെങ്കിൽ ലാഗ് വന്ന് ഗെയിം മൊത്തത്തിൽ കുളവാക്കാം എന്നുള്ളൊരിതുണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കും. അതാണ് വൈബ്.
മാൻ സ്പിരിറ്റ് കുന്തന്നായിരുന്നു മറന്നു ഗൈസ്. കുന്തന് ശരി ഇത് പറഞ്ഞറിഞ്ഞൂടാത്. മാൻ സ്പിരിറ്റ് ഏതായിരുന്നു? ഗുഡ് സ്പിരിറ്റ് എന്നൊക്കെ പക്ഷേ മറന്നു കളി. ഇവൻ്റെയിലുള്ള ലൂട്ടെല്ലാം എടുത്ത് ഗ്ലൈഡർ ബ്രോ. ഓൾഡ് പ്ലേയേഴ്സിൻ്റെ ഒരു ഓർമ്മ. ശരിക്കും പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ അത്രയ്ക്ക് ഓൾഡ് പ്ലെയർ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഗെയിം പണ്ടെന്ന് പറയുമ്പോൾ കൊച്ചുനാൾ തൊട്ട് അത്ര കൊച്ചുനാളല്ല, എന്നാലും ഒരു മീഡിയം ആവറേജ് ഏജിൽ കളിക്കാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഏജല്ല. ഇപ്പം എനിക്ക് ലിറ്ററലി വെറും 10, ഈ വർഷം 11 ആവത്തേ ഉള്ളൂ. ഇവിടുത്തെ എനിമിയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഗെയിമാണ് ഫ്രീ ഫയർ. ഇപ്പം ഞാൻ ഫ്രീ ഫയറിന് വേണ്ടി ഗെയിം മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്തു. എന്തുവാ ഫ്രീ ഫയർ അത്ര മതി. ഇത് എവിടെ നിന്നാണ് ഗൈസ് കണ്ടോ? കെല്ലിയമ്മായി എന്നോ അമ്മ അങ്ങോട്ട് പോയി കെല്ലിയമ്മ. അപ്പോൾ നമുക്ക് ആ സമയത്ത് മെഡൽ അടിക്കാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ID വേണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാം ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഇടുന്നതായിരിക്കും, കയറി ചെക്കൗട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ എല്ലാം ചെക്കൗട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അല്ലാണ്ട് ഞാൻ ചെക്കൗട്ട് ചെയ്ത് റിക്വസ്റ്റ് ഇടുന്നത് ഞാൻ വീഡിയോയ്ക്കകത്ത് തന്നെ ഇടുന്നത്. പ്രൂഫ് കാണിച്ചത്, പ്രൂഫ് എല്ലാവരും കാണിക്കാനുള്ള പ്രൂഫ് ഉണ്ട്. അത്രേ ഉള്ളൂ ഗായ്സ്. ക്വാർട്ടർ കിൽ എവിടെ നിന്നോ ഒരടി വന്നു. അവന് നല്ലൊരു ഹെഡ് അത്യാവശ്യം കൊടുത്ത് അവനെ അങ്ങ് വന്നിട്ടുണ്ട്. ഫിനിഷാക്കി തോന്നുന്നു ഫിനിഷാക്കി. അപ്പം ആ തോന്നൽ വെച്ച് നമ്മൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗ്ലൈഡൊക്കെ ഉണ്ട്. എന്നാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഒരു സിറ്റുവേഷനില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ പോട്ടെ. ഒന്ന് വാടാ നീ കണ്ണീര് തന്നെ നടന്നതാണ്. കണ്ടു ഗൈസ്, ഞാൻ അവനെ കണ്ടു. ഞാൻ മാത്രമേ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ. ഇവനെ വേറെ ആരും കണ്ടില്ല. ഇവൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു എന്തിനാണ്? ഇപ്പം 2 ബോയ് സ്ട്രീക്കാണ്. നോക്കാം, വെറും 2 ബോയ് സ്ട്രീക്ക് അല്ലെങ്കിൽ കുറേ ലോങ് ആവും. ഇനി നമുക്ക് ഈ കളി ബോയ് അടിച്ചിട്ട് വേണം ഗൈസ്. അപ്പോൾ കളിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 7 കില്ലായെന്നുള്ളതുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഗ്ലൈഡർ ഇട്ട് മാറുന്ന കണക്കോടെ. എന്തായാലും ലാസ്റ്റ് സോണൊക്കെ വന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ടൊരു ഫൈറ്റ് കാണാം. അപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബോയ് അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ അത് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് പാർട്ട് 1 ആട്ടോ. അപ്പോൾ പാർട്ട് 2 മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത ബോയ് സ്ട്രീക്കിൻ്റെ കാര്യം. കാരണം ഇന്ന് തന്നെ ഇത് കുറേ ലോങ് ആയി. എന്നുവെച്ചാൽ അത്രയ്ക്ക് ലോങ് ആയില്ല, എന്നാലും അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് തന്നെ ഇത് പാർട്ട് 2 വരുന്നതായിരിക്കും. ഉടനടി തന്നെ പാർട്ട് 2 വരും. എന്ത് ഇടുമോ അന്ന് തന്നെ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഇട്ട് ഇവിടെയുള്ള എനിമീസിനെ ഒന്നും കാണുന്നില്ല. അവരെന്നെ അടിച്ചിട്ട് ഗായ്സ്. വി ആർ കുക്ക്ഡ് ഗായ്സ്. പാർട്ട് 1 ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ പാർട്ട് 2 വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത പാർട്ട് വരുന്നതായിരിക്കും. എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഗൈസ്. അടുത്ത വട്ടം പാർട്ട് 2 നമ്മൾ ഒരു ബോയ് സ്ട്രീക്ക് എടുക്കും. അങ്ങനെ ഓരോ ബോയ് സ്ട്രീക്ക് ഓരോ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അടിച്ച് പൊളിക്കുക സുഹൃത്തുക്കളെ.